വയനാട്ടിലും കോഴിക്കോടൊക്കെ ഷിഗല്ലയുടെ പ്രശ്നം നന്നായിട്ട് കൂടി വരുന്ന ഒരു സമയമാണ്. എല്ലാവർക്കും അറിയാം, വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കുക, വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കുക, വൃത്തിയില്ലാത്ത സ്ഥലത്തൊക്കെ പോയി തൊടുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുക. ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങും. നല്ല തീവ്രമായിട്ടുള്ള പനി, വയറിളക്കം പോലെയുള്ള കാര്യങ്ങൾ, മലത്തിലൂടെ ബ്ലഡ് നന്നായിട്ട് പോവുക, ഛർദി പോലെയുള്ള പ്രശ്നങ്ങൾ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഇത് വന്നു കഴിഞ്ഞാലും വരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: കൈകളൊക്കെ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകാനായിട്ട് നോക്കുക. പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴും കൈകളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കൊറോണ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു സാനിറ്റൈസർ പോലെയുള്ള കാര്യങ്ങളില്ലേ. നിങ്ങൾ എപ്പോഴും പുറത്തു പോകുന്ന സമയത്ത് കൈകളൊക്കെ സാനിറ്റൈസർ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, നഖങ്ങളൊക്കെ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എല്ലാവരുടെ വീട്ടിലും യൂറോപ്യൻ ടോയ്ലറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവരും ഉണ്ടാകും. അപ്പൊ ബാത്റൂമിലൊക്കെ പോയി വരുന്ന സമയത്ത് നമ്മൾ എത്ര തന്നെ കൈകൾ നല്ല വൃത്തിയായിട്ട് കഴുകി എന്ന് പറഞ്ഞാലും നഖത്തിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ബാക്ടീരിയ വന്നിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നഖമൊക്കെ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണം. വീട്ടിൽ ഒരാൾക്ക് എന്തെങ്കിലും വയറിളക്കം പോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ ആൾ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. ORS പോലെയുള്ള കാര്യങ്ങൾ കഴിച്ച് ബോഡിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും നോക്കണം. കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ടുള്ള വെള്ളമൊക്കെ കുടിച്ചിട്ട് നന്നായിട്ട് ബോഡിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഷിഗല്ല വന്നു കഴിഞ്ഞാലും ഒരു 2-3 ആഴ്ചത്തേക്ക് ശരീരത്തിൽ ഈ പറയുന്ന ബാക്ടീരിയസ് കുറച്ചൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ബോഡിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റേ ഹെൽത്തി.